പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ 21-ാം നൂറ്റാണ്ടിന്റെ പെണ്ണുങ്ങളോട് ഒരു ഹദീസ് പറഞ്ഞു തന്നിട്ടുണ്ട്. പെണ്ണുങ്ങളെ, സ്ത്രീകളെ, നിങ്ങൾ നിങ്ങളുടെ കുപ്പായം നിങ്ങളുടെ വീട്ടിലല്ലാതെ മാറാൻ പാടില്ല എന്ന് വളരെ സ്വഹീഹായ ഹദീസാണിത്. തമാശയില്ലല്ലോ. എന്തേ അങ്ങനെ പറഞ്ഞത്? അല്ലാഹുവിന്റെ ഹബീബിനെ നുബുവത്തിന്റെ കണ്ണുകൊണ്ട് കാണാനറിയാം. 21-ാം നൂറ്റാണ്ടിൽ ടെക്സ്റ്റൈൽസുകളുടെ ഡ്രസ്സിംഗ് ചേഞ്ചിന്റെ റൂമുകളിൽ ഹിഡൻ ക്യാമറകൾ വെക്കുമെന്നറിയാം. ക്യാമ്പസിന്റെ കലാലയങ്ങളുടെ ബാത്റൂമുകളിൽ ക്യാമറകൾ വെക്കുമെന്നറിയാം. എവിടെ പോയാലും ഹിഡൻ ക്യാമറകളുമായി പെണ്ണിന്റെ രഹസ്യം ഒപ്പിയെടുക്കുമെന്നറിയാം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പെണ്ണിനോട് പറഞ്ഞത്, പെണ്ണേ, നിന്റെ വസ്ത്രം നിന്റെ വീട്ടിലല്ലാതെ നീ മാറാൻ പാടില്ല. എത്ര നല്ല ഹദീസാണിത് അല്ലേ? എന്തൊരു അത്ഭുതമാണ് ഈ ഹദീസൊക്കെ. ഈ ഒരു ഹദീസ് അടിസ്ഥാനമാക്കി സ്വന്തം വസ്ത്രം വീട്ടിൽ മാത്രമേ മാറ്റിവെക്കൂന്ന് പെണ്ണ് തീരുമാനിച്ച ഏതെങ്കിലും ഒരു പെണ്ണിന്റെ നഗ്നത നമ്മുടെ വാട്സപ്പിൽ വരുമോ? നമ്മുടെ ഫേസ്ബുക്കിൽ വരുമോ? നമ്മൾ കാണേണ്ടി വരുമോ? ഇല്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് 21-ാം നൂറ്റാണ്ടിലെ പെണ്ണുങ്ങളോട് പ്രത്യേകമായി പറയാണ്, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതില്ല, സൂക്ഷിക്കുന്ന ആളുകൾക്ക് വിജയിക്കാം. ഹബീബ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വസ്ത്രം നിങ്ങളുടെ വീട്ടിൽ വെച്ചേ മാറാൻ പാടുള്ളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയാനുള്ളത്, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ ആയിഷ ബീവിയോട് പറയാണ്, ആയിഷ വസ്ത്രമില്ലാതെ നഗ്നരായിട്ടാണ് ആളുകൾ ഒരുമിച്ച് കൂടുന്നതെങ്കിലും ഒരാളും മറ്റൊരാളെ നോക്കുന്ന സമയമല്ല എന്ന് ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവല്ലോ. അപ്പൊ അതുകൊണ്ട് ആ മഹ്ശറ ലോകത്ത് ഒരു ദിവസം എന്ന് പറയുന്നത് 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ്. അവിടെ രക്ഷപ്പെടാൻ വേണ്ടി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീഴ്ച വരാതെ, ന്യൂനതകൾ വരാതെ, കുറവില്ലാതെ തന്റെ ഉത്തരവാദിത്തം വളരെ ഭംഗിയായി നിർവഹിക്കുകയാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് പൊതുപ്രവർത്തനം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. പൊതുപ്രവർത്തകരെ, രാഷ്ട്രീയക്കാരെ, സംഘടനാ പ്രവർത്തകരെ, പ്രത്യേകിച്ചിട്ട് നമ്മുടെ ഈ ഉറൂസിന് വേണ്ടി ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി വളണ്ടിയർ പ്രവർത്തനം നടത്തുന്ന ചെറുപ്പക്കാരെ, അല്ലാഹുവിന്റെ ഹബീബിനോട് ഒരാൾ കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, മുത്ത് നബിയേ, അല്ലാഹു ഏറ്റവും സ്നേഹിക്കുന്നത് ആരെയാണ് നബിയെ? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ആരോടാണ് നബിയെ? നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബിയുടെ ചോദ്യത്തിന് അല്ലാഹുവിന്റെ ഹബീബ് മറുപടി പറയുകയാണ്, അഹബ്ബുന്നാസി ഇലല്ലാഹി തആല അൻഫഉഹും ലിന്നാസ്. നിങ്ങളിൽ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളുകളാരാ? ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളുകളാരാ? എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാകുമ്പോ നമ്മുടെ നാട്ടിൽ ഇന്നാലിന്ന ആളുടെ പേരാ ഓർമ്മ വരിക. ഇന്നാലിന്ന ആളെ കണ്ട അത് ശരിയാവും. എന്തെങ്കിലും ഒരു പേപ്പർ ശരിയാവാനുണ്ട്, അല്ലെങ്കിൽ മകളുടെ കല്യാണക്കാരും ശരിയാവാനുണ്ട്, വീടിന്റെ പെർമിഷൻ വേണം, അത് ഇന്നാലിന്ന ആളുകളെ കണ്ടാ ശരിയാകും. അവരാണ് അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടക്കാർ. അഥവാ നാട്ടിൽ ഊണും ഉറക്കമില്ലാതെ സാമൂഹിക സേവനം ചെയ്യുന്ന, പൊതുപ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നവരാണ് ഏറ്റവും നല്ലവരെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപക്ഷേ നമ്മുടെ നിസ്കാരം കൊണ്ട്, നമ്മുടെ നോമ്പ് കൊണ്ട്, നമ്മുടെ സക്കാത്ത് കൊണ്ട് നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ നിസ്കാരം കൊണ്ട് നമ്മൾ നാളെ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ ഖുർആൻ കൊണ്ട് നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ശ്രദ്ധിക്കണേ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഒരാളും ഒരാളുടെ അമല് കൊണ്ടും രക്ഷപ്പെടൂല. അമല് കൊണ്ട് ഒരാളും രക്ഷപ്പെടൂല. അമല് കൊണ്ട് രക്ഷപ്പെടൂല. അമല് മീൻസ് നമ്മുടെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, മറ്റുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരാളും രക്ഷപ്പെടൂല. സ്വഹാബാക്കൾ ചോദിച്ചു, രാത്രി തഹജ്ജുദ് നിസ്കാരത്തിന് എണീറ്റ് അരമണിക്കൂറോ 1 മണിക്കൂറോ മുമ്പ് തഹജ്ജുദിന് എണീറ്റ് നിസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് കരഞ്ഞ് ഇസ്തിഗ്ഫാർ ചൊല്ലി എന്നതുകൊണ്ട് നീ രക്ഷപ്പെടണമെന്നില്ല. വലാ അൻത യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങും നാളെ രക്ഷപ്പെടൂലേ? അങ്ങും നാളെ രക്ഷപ്പെടൂലേ? അങ്ങയുടെ അമല് കൊണ്ട്, അങ്ങയുടെ സൽപ്രവർത്തനം കൊണ്ട് അങ്ങും നാളെ രക്ഷപ്പെടൂലേ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബാക്കൾ ചോദിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, വലാ അന, ഞാനും എന്റെ അമല് കൊണ്ട് രക്ഷപ്പെടൂല. നബി തങ്ങൾ പോലും രക്ഷപ്പെടൂല. ഇല്ലാ തഗമ്മദനി അല്ലാഹുവിന്റെ റഹ്മത്തില്ലാതെ, അല്ലാഹുവിന്റെ ഫളലില്ലാതെ, അല്ലാഹുവിന്റെ ഔദാര്യമില്ലാതെ ഞാനും എന്റെ അമല് കൊണ്ട് രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അമല് കൊണ്ട് രക്ഷപ്പെട്ടുകൊള്ളണമെന്നില്ല, പക്ഷേ രക്ഷപ്പെടാൻ ചില വഴികൾ അല്ലാഹു പറയുന്നുണ്ട്. അമലിന്റെ കൂടെ അമൽ ഒഴിവാക്കിയിട്ടല്ല, അമൽ ഒഴിവാക്കിയിട്ടല്ല, നിസ്കാരം ഒഴിവാക്കിയിട്ടല്ല, നിസ്കാരത്തിന്റെ കൂടെ തഹജ്ജുദ് ഒഴിവാക്കിയിട്ടല്ല, തഹജ്ജുദിന്റെ കൂടെ രക്ഷപ്പെടാൻ ചില പൊടിക്കൈകൾ, ചില വിദ്യകൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വഅയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, ജനങ്ങളിൽ ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടം ആരോടാണെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവരോടാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം. അല്ലാഹുവിന് ഏറ്റവും കോപം ആരോടായിരിക്കും? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളുകളോടാണ്. അല്ലാഹുവിന് ഏറ്റവും കോപം ആരോടായിരിക്കും? ജനങ്ങളെ ഉപദ്രവിക്കുന്നവൻ, ജനങ്ങളെ ദ്രോഹിക്കുന്നവൻ. ആവശ്യമില്ലാതെ ഒരു ആവശ്യം ഉണ്ടാവൂല, എന്നാലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക, ജനങ്ങളെ ദ്രോഹിക്കുക. അങ്ങനെ ചില ആളുകൾ. ബോധം നൽകട്ടെ, അല്ലാഹു ബോധം നൽകട്ടെ, അത് അപകടമാണ്. അടുത്ത ചോദ്യം അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമലേതാണ് നബിയെ? അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമലേതാണ് നബിയെ? അപ്പോഴാണ് റസൂലുള്ളാഹി, കേൾക്കണേ എന്റെ സുഹൃത്തുക്കൾ, എന്റെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോ എല്ലാം മറന്ന്, വീട് മറന്ന്, കുടുംബം മറന്ന്, ശരീരം മറന്നിട്ട് സേവനം ചെയ്യാൻ ഓടിച്ചെല്ലുന്ന ചില ആളുകളുണ്ട്. കേൾക്കണേ, ചെവി തുറന്ന് കേൾക്കണേ. ഈ ഒരു പ്രഭാഷണം കൊണ്ട്, ഈ ഒരു സദസ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം നമ്മൾക്കുണ്ടാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിൽ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം, സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം. ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കുക എന്നതാണ്, ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കുക എന്നതാണ് അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമല് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്താ, ചില ആളുകളെ വലിയ നിസ്കാരക്കാരായിരിക്കും, തസ്ബീഹ്മാല കയ്യിലുണ്ടാകും, 24 മണിക്കൂറും പള്ളിയിലൊക്കെ ഉണ്ടാകും. പക്ഷെ ജനങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന്, എൻ്റെ മകളുടെ കല്യാണം നിങ്ങളൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാൽ, നിന്റെ മകളുടെ കല്യാണത്തിന് ഞാൻ എന്താ ചെയ്യേണ്ടത്, അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട്. നല്ല നിസ്കാരക്കാരായിരിക്കും, പക്ഷെ 5 പൈസ കൊണ്ട് സഹായിക്കൂല, ശരീരം കൊണ്ട് പിന്നെ പറയ വേണ്ട. ചില ആളുകൾ സമ്പത്ത് കൊണ്ട് സഹായിക്കും, എന്നാൽ ശരീരം കൊണ്ട് സഹായിക്കൂല. കുഴപ്പമില്ല, അത് ക്യാഷ് കൊണ്ട് സഹായിക്കുന്നുണ്ടല്ലോ. എന്നാൽ ചില ആളുകൾ ക്യാഷ് കൊണ്ടും സഹായിക്കൂല, സമ്പത്ത് കൊണ്ടോ ശരീരം കൊണ്ടോ സഹായിക്കാതെ വലിയ ഇബാദത്തുകാരായിട്ട് അങ്ങോട്ട് നടക്കും. അല്ലാഹുവിന് ഇഷ്ടമല്ല, അല്ലാഹുവിന് അത്തരക്കാരെ ഇഷ്ടമേ അല്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമല് സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം. ഒരു മുസ്ലിമിന് നീ നൽകുന്ന സന്തോഷം, ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ അതാണ് നിന്റെ അന്നത്തെ ഏറ്റവും നല്ല അമല് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മുടെ കാസർഗോഡ് ഭാഗത്തുള്ള അന്ധനായ, കണ്ണ് കാണാത്ത ഒരാൾ പള്ളിയിലേക്ക് കടന്നു വരികയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലെ 7 പേരും അന്ധന്മാരാണ്, ഞങ്ങളുടെ വീട്ടിലെ 7 പേരും അന്ധന്മാരാണ്, ഒരു വീടെടുക്കണമെന്നുണ്ട്, സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ എല്ലാം അകമഴിഞ്ഞുകൊണ്ട് സഹായിച്ച ആളുകളുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, നമ്മുടെ പള്ളിയിൽ നടക്കുന്ന പിരിവുകൾ ഒരു പരിഹാരമാവുന്നില്ല. ആവശ്യത്തിനനുസരിച്ചല്ല നമ്മൾ കൊടുക്കുന്നത്, ആവശ്യത്തിനനുസരിച്ചിട്ടല്ല നമ്മൾ കൊടുക്കുന്നത്. ഒരു വീടെടുക്കണമെന്ന് പറഞ്ഞിട്ട് പള്ളിയിലേക്ക് വരുമ്പോ നമ്മളാകെ ഒരു പിരിച്ചിട്ട് 50 രൂപ, 100 രൂപ, 10 രൂപ ഒക്കെ കൊടുത്തിട്ട് അവസാനം എണ്ണി നോക്കുമ്പോ 3000 രൂപ. 3000 രൂപ കൊണ്ട് ഒരു വീടിന്റെ കട്ടിൽ വെക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ,
സ്വന്തമായിട്ട് 4000 സ്ക്വയർ ഫീറ്റിന്റെ 10000 സ്ക്വയർ ഫീറ്റിന്റെ 2.5 കോടിയുടെ 5 കോടിയുടെ ഒക്കെ വീട് നമ്മൾ നിർമ്മിക്കുമ്പോ പാവപ്പെട്ട ഒരാൾ നമ്മുടെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് കണ്ണിന് കാഴ്ചശക്തിയില്ല, വീടെടുക്കാൻ സഹായിക്കുമോ എന്ന് ചോദിക്കുമ്പോ മാന്യമായ തുകയെങ്കിലും നമ്മൾ നൽകേണ്ടേ? സ്വന്തമായി വീടെടുത്ത് കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ കൊടുക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകട്ടെ, അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ. സ്വന്തമായി സഹായിക്കണമെന്നല്ല, മാന്യമായൊരു തുകയെങ്കിലും നമ്മൾ നൽകണ്ടേ? മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ ഉറൂസായതുകൊണ്ട് ഇവിടെ ബക്കറ്റ് വിതരണമില്ല, അല്ലേ? ഇവിടൊക്കെ ബക്കറ്റ് വിതരണം ചെയ്താലേ ഒരു 10 ലക്ഷം രൂപയ്ക്ക് സദസ്സ് തന്നെ സ്വരൂപിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. മറ്റുള്ള വാതിലൊക്കെ ബക്കറ്റ് ഉണ്ടാകും, ബക്കറ്റ് ഇല്ലാത്ത വാതിലുകൾ കുറവാണ്. ആ ബക്കറ്റ് ഇങ്ങനെ വരുമ്പോ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കും. 2000 ഉണ്ടാകും, 500 ഉണ്ടാകും, 100 ഉണ്ടാകും, 50 ഉണ്ടാകും, 10 ഉണ്ടാകും. എന്നിട്ട് 10 എടുത്തിട്ട് കൊടുക്കും. ഇല്ലേ ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നിട്ട് സംഘാടകർ എണ്ണന്നെ വലിയൊരു ഇത്തക്കളൊക്കെ കെട്ടാണ്. ഇങ്ങനെ എണ്ണി 10 അരമണിക്കൂർ എണ്ണി നോക്കുമ്പോൾ ആകത്തിലുള്ളത് 1000 രൂപ. എന്ത് കാര്യം! ഓരോന്നിനും ഒരു മാന്യതയുണ്ട്. നമ്മുടെ പള്ളിയിൽ മറ്റേ ഭണ്ഡാരപ്പെട്ടി ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ചില പള്ളികളിൽ ജുമാ നിസ്കാരം കഴിഞ്ഞുടനെ ഒരു ഭണ്ഡാരപ്പെട്ടി വരും. അത് ഇങ്ങനെ നീങ്ങുമ്പോൾ ടിക് 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 എന്നൊരു ശബ്ദം കേൾക്കാം. എന്തത്? വീട്ടിൽ നിന്ന് പെറുക്കിയെടുത്തിട്ട് 1 രൂപയുടെ കോയിനും കൊണ്ടുവന്നിട്ട് ടിക് ഇട്ട് കൊടുക്കുക. 5 രൂപയുടെ കോയിൻ കൊണ്ടുവന്നിട്ട് ടിക്. മിനിമം അവിടെ ഒരു 10 മിനിമം ഇടാൻ നമ്മൾക്ക് പറ്റണം. വാലിന്റെ സദസ്സിലേക്ക് ബക്കറ്റ് വരുമ്പോൾ മിനിമം ഒരു 100 ഇടാൻ നമ്മൾക്ക് പറ്റണം. എല്ലാ ആളുകൾക്കല്ല, എല്ലാ ആളുകൾക്കും അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ കഴിയുന്നവരുണ്ട്. അവരും ഈ ടിക് എന്ന് പറഞ്ഞിട്ട് 1 രൂപ 2 രൂപ ഇട്ട് കൊടുക്കരുത്. 10 രൂപയുടെ നോട്ടൊന്നും ബക്കറ്റിലിട്ട് കൊടുക്കരുത്. ഇതൊക്കെ ഓരോന്നിനും ഒരു മാന്യതകളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, വീടെടുക്കാൻ വരുമ്പോൾ അതിനനുസരിച്ച് കൊടുക്കണം. വെറുതെ ഒരാൾ വന്നിട്ട് വല്ലതും തരണേ, ഒരു 10 രൂപ കുഴപ്പമില്ല, ഞാൻ വീടെടുക്കാൻ വളരെ കഷ്ടത്തിലാണ് എന്ന് പറഞ്ഞൊരു മിനിമം നല്ലൊരു മാന്യമായ രീതിയിൽ സഹകരിക്കണ്ടേ? അത് അവരെ സന്തോഷിപ്പിക്കലാണ്. അന്ന് നമ്മൾ ചെയ്യുന്ന ആ ഒരു ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആ ഒരു മുഅ്മിനെ സന്തോഷിപ്പിച്ചതാണ്. നമ്മുടെ സമ്പാദ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയതല്ല, നമ്മുടെ ഒന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല, എല്ലാം അള്ളാഹു തന്നതാണ്. ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണമെന്നാണ് പറഞ്ഞത്, നിങ്ങൾ ഉണ്ടാക്കിയതിൽ നിന്നല്ല. നിങ്ങൾ വിചാരിക്കണ്ട ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണെന്ന്. അല്ലേ അല്ല, ഇത് അള്ളാഹു തന്നതാണ്, അള്ളാഹുവിന്റെ നിഅമത്താണ്. അള്ളാഹു തന്നതിന് കൊടുക്കാനാ പറയുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് അടുത്തതായി പറയുന്നത്, ഒരു മുഅ്മിനിന്റെ ഒരു പ്രയാസം നീക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ, ഒരു മുഅ്മിനിന്റെ ഒരു വേദന മാറ്റി കൊടുക്കാൻ കഴിഞ്ഞാൽ, ആ ഒരു പ്രവർത്തനം അല്ലാഹുവിന് ഇഷ്ടമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. മകളുടെ കല്യാണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. മകൾക്ക് 10 പവൻ വേണം, 20 പവൻ വേണം. സ്വന്തമായി ജോലിയില്ലാതെ, ആൺമക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബമാണെങ്കിൽ എങ്ങനെയെങ്കിലും കെട്ടിച്ചു കൊടുക്കണമെന്നുള്ളത് ഒരു ഉപ്പയുടെ ആഗ്രഹമാണല്ലോ. ആ സമയത്ത് ഉപ്പ ഒരു 1/2 പവൻ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ആ ഉപ്പയുടെ പ്രയാസം നീക്കിക്കൊടുക്കാൻ നമ്മൾക്ക് സാധിച്ചാൽ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമൽ അതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്